ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ FC ബോയ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, ഇന്ന് വലിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ GTR ഇന്നലെ ആക്സിഡൻ്റ് ആയി ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ സൂപ്പർ കാറ് ഗൈസ്. ഇതാണ് നമ്മൾ GTRൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, മുമ്പിലത്തെ ഗ്ലാസും രണ്ട് ഡോറൊക്കെ പോയി ഭയങ്കര സീനാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ. ഇന്നലെ ഞാൻ പോകുമ്പോൾ ഒരു റോൾസ് റോയ്സ് എന്ന് തോന്നുന്നു, അത് നേരെ നല്ല സ്പീഡിൽ എൻ്റെ നേരെ വരുന്നത്. ഞാൻ വിചാരിച്ചു വെറുതെ തട്ടണ്ടെന്ന് വെച്ചിട്ട് സൈഡിലേക്ക് തിരിച്ചാണ്. സൈഡിലൊരു ഓട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ അടിച്ച് തെറിപ്പിച്ചു. ഞാനും മറിഞ്ഞു വീണ്. അങ്ങനെ ഗ്ലാസ്സൊക്കെ പൊട്ടി. അപ്പോൾ നമ്മളിത് നേരെ ഷോറൂമിലേക്കാണ് കൊടുക്കുന്നത്. നമ്മളെ സോഹിത്ത് എന്ന് പറയുന്നത് നമ്മളെ ചങ്ങാതിൻ്റെ ഷോറൂം ഉണ്ട് ഇവിടെ അടുത്ത്. അവിടെ നിന്നാണ് നമ്മൾ സൂപ്പർ കാർ വാങ്ങിയത്. അപ്പോൾ ആ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുവാണിത്. നമുക്ക് നേരെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക ഇത്. നമുക്ക് നേരെ പോവാം ഗൈസ്. GTRന് പഴയ സ്പീഡൊന്നും ഇല്ല. അതിൻ്റെ സ്പീഡൊക്കെ പോയി അമ്മാതിരി അടിയാണ് ഇന്നലെ ആയേ. അതുകൊണ്ട് നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം ഗൈസ്. നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഷോറൂമിൽ കുറച്ച് ദൂരമുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് ഷോറൂം. അപ്പം നമുക്കിത് കൊണ്ട് ഷോറൂമിൽ കൊടുത്തിട്ട് നമുക്ക് ഒരു ഓട്ടോ അടിച്ച് തിരിച്ചു തരാം. ഗൈസ്, ചെറുങ്ങനെ അവിടെ തട്ടിയത് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. നമ്മൾ ഷോറൂം എത്തിയിട്ട് അവിടെ ബാക്കിൽ ഈ സാധനം നിർത്തണം, മുമ്പിൽ നിർത്തണ്ട. കാരണം മുമ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ ഷോറൂമിലെ ആൾക്കാർ വണ്ടിയൊക്കെ മേടിക്കാൻ വരുന്നില്ലേ, അവരെ ഈ വണ്ടി കണ്ടിട്ട് പൊട്ടിയ വണ്ടി അതൊന്നല്ല വെച്ച് നമ്മളെ കയ്യല്ല ഗൈസ്. നമുക്ക് ഇവിടെ നിർത്താം. നമ്മളെ ഫ്രണ്ട് സോഹിത്തിനെ വിളിക്കാം. നമുക്ക് നമ്മളെ ഫ്രണ്ട് സോഹിത്തിനെ വിളിക്കാം. ഓക്കെ, നമ്മളെ ഫ്രണ്ട് സോഹിത്ത് വിളിക്കുന്നുണ്ട്. ആടാ, ഇവിടെ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ആടാ, ഇവിടെ ബാക്കിൽ വെച്ചാൽ മതി. ഏത് കളറാ വേണ്ടേ? ഇവിടെ പച്ച കളറാ മതി, പച്ച കളർ. നീ പോയിട്ടെന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്കും വണ്ടിയൊക്കെ സെറ്റാക്കി വെക്കാം. ഓക്കേടാ, ഓക്കെ. അപ്പോൾ ഗൈസ്, അവൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കോള് കട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമ്മൾ കോള് കട്ട് ചെയ്യാം. നമുക്ക് ഗൈസ്, നമുക്ക് ഇവിടെ നമ്മളെ ഫ്രണ്ടായി നമ്മളെ രാജപ്പൻ ചേട്ടൻ്റെ ഓട്ടോ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ രാജപ്പൻ ചേട്ടനെ നമുക്ക് വിളിക്കാം. ഗൈസ്, നമുക്ക് നേരെ പോയി രാജപ്പൻ ചേട്ടനെ വിളിക്കാം. ഇവിടുന്ന് വിളിക്കാം അല്ലേ? ഓക്കെ, രാജപ്പൻ ചേട്ടനെ വിളിക്കാം. ഓക്കെ, രാജപ്പൻ ചേട്ടൻ്റെ നമ്പറാണ് ഗൈസ് ഇത്. ഓക്കെ, സോറി ഗൈസ്, എനിക്കൊരു ആഡ് വന്ന്. പക്ഷേ ഇതിപ്പം കഴിയും. സോറി, ആഡ് ഞാൻ നെറ്റ് ഓഫ് ആക്കാൻ മറന്നു ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് വരുന്നത്. ഓക്കെ, നമ്മളെ രാജപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോ ചേട്ടാന്ന് വിളിക്കാം. എനിക്കങ്ങനെ വിളിക്കാൻ മാറിപ്പോകും ഗൈസ്. രാജപ്പൻ ചേട്ടൻ നല്ലത് അയ്യപ്പൻ ചേട്ടാന്നൊക്കെ ആയിപ്പോൾ. നമുക്ക് ഓട്ടോ ചേട്ടാന്ന് വിളിക്കാം. മോനെ, എവിടേക്കാ പോണ്ടേ? ചേട്ടാ, എൻ്റെ വീട്ടിലേക്ക് വിട്. ശരി. ഓക്കെ, നമ്മളെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ വരാം. നമ്മൾ നേരെ ഇപ്പം നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മോനെ, ഈ സൈഡിൽ നിർത്തിയാൽ പോരെ?
ആ ചേട്ടാ മതി, ചേട്ടാ എന്നാൽ പോയിക്കുന്നു. ഇല്ല മോനെ, എനിക്ക് ഇവിടുന്ന് കുറച്ച് ഓട്ടം കിട്ടണം. ആ ചേട്ടാ എന്നാൽ ശരി, ഞാൻ എന്നാൽ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ചേട്ടാ. ആ ഓക്കെ മോനെ, ഓക്കെ. നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം. നമുക്ക് എന്നിട്ട് നമ്മുടെ സൂപ്പർ കാർ എടുത്തിട്ട് പോവാം. ഗൈസ്, നമ്മൾ സൂപ്പർ കാർ എടുത്തു. എടാ മോനെ, ഗൈസ് നമ്മൾ സൂപ്പർ കാർ എടുത്തു. എടാ അതാ ഗൈസ്, നമ്മൾ സൂപ്പർ കാർ കള്ളൻ എടുത്തുകൊണ്ടേ പോകുന്നു. ഗൈസ് നമ്മൾ സൂപ്പർ കാർ ബാക്കിലൊന്നുമില്ലല്ലോ. നമ്മൾ സൂപ്പർ കാർ എടുക്കുക. ഗൈസ് നമ്മുടെ സൂപ്പർ കാറ് ചേട്ടാ ബാക്കിലൊന്നുമില്ല. എടാ മൂഞ്ചിന്ന് തോന്നുന്നു. ഗൈസ് ആരോ അടിച്ചുകൊണ്ട് പോയി നമ്മൾ സൂപ്പർ കാർ. ഗൈസ് ഇപ്പം എന്ത് ചെയ്യും? ഗൈസ് ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് നേരെ ഓട്ടോ തന്നെ കയറി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. ഗൈസ് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. ചേട്ടാ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഇടാം. എൻ്റെ വണ്ടി കാണുന്നില്ല. എന്തോ മോനെ വണ്ടി കാണുന്നില്ലോന്നോ? നീ ഇന്നലെ മേടിച്ച വണ്ടിയല്ലേ അത്? ആ ചേട്ടാ എൻ്റെ വണ്ടി കാണുന്നില്ല. വേഗം വിടുമോനെ. ഓ മോനെ ഇപ്പം തന്നെ വിടാം, ഞാൻ പറപ്പിച്ച് വിടാം. കേസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്നാലും നമ്മളെ വണ്ടി ആയാണ് കേസ് എടുത്തുകൊണ്ട് പോയേ. കേസ് അത്രയും വിലയുള്ള വണ്ടിയാണ് ചേട്ടാ, ഒന്ന് വേഗം. കേസ് അത്രയും വിലയുള്ള വണ്ടിയാണ് ചേട്ടാ, ഇവിടെ നിർത്തിക്കോ. കേസ് നമുക്ക് എന്നാലും പോലീസിനോട് പോയിട്ട് ചോദിക്കാം. സാർ 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 എൻ്റെ വണ്ടി ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. നീ ആ ഫാക്ടറിയിലല്ലേ? ഇത് ഇവിടുത്തെ എൻ്റെ മോളാണ്. പറ, എൻ്റെ ആരാ മോഷ്ടിച്ചേ? സാർ ആരാന്ന് അറിയില്ല. ഞാൻ വണ്ടി എൻ്റെ GTR എവിടെ പോയിട്ട് തട്ടിയിട്ട് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ വണ്ടി കാണുന്നില്ല. ഓക്കെ 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 നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്നും എല്ലാം വാട്സപ്പിൽ ലൊക്കേഷനോട്. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ പോലീസുകാരോടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ സാർ, എൻ്റെ വണ്ടി വേഗം കിട്ടൂലേ? ഞാൻ ശ്രമിക്കാം. എനിക്ക് അറിയത്തില്ല എന്താ സംഭവം, എനിക്ക് അറിയില്ല. നോക്കാം. ഞാൻ ഫാമിലിയുടെ കൂടെയാണ്, മോളൊക്കെ ഉണ്ട്. ചിരിക്കട്ടില്ലേ? ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഗൈസ്, നമ്മൾ പോലീസിനോടൊക്കെ ചോദിച്ചു. സാറ് പറഞ്ഞു നമ്മളെ വണ്ടി കണ്ടുപിടിച്ചു തരാം, നമുക്ക് പോയിട്ട്. ഓക്കെ ഓട്ടോ ചേട്ടാ വേഗം ഷോറൂമിലേക്ക് വിടും. നമുക്ക് പോയിട്ട് GTR എടുത്ത് വന്നിട്ട് ഒന്നും കൂടി ചോദിച്ചു നോക്കാം. അപ്പോഴത്തേക്കും സാറിന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഷോറൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഗൈസ് നമ്മൾ നേരെ ഷോറൂമിലേക്ക് പോവാണ്. ചേട്ടാ ഒന്ന് പറപ്പിച്ച് വിടുമോ? എനിക്ക് എൻ്റെ വണ്ടി പോയിട്ട് സമാധാനമില്ല ചേട്ടാ. ആടാ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോകണോ? ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ ആടാ നിൻ്റെ വണ്ടിയൊക്കെ ശരിയായി, ഷോറൂമിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആടാ ശരി. ഗൈസ് നമ്മളെ ഫ്രണ്ട് സോഹിത്തിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് നമ്മളെ വണ്ടിയൊക്കെ ശരിയായി, നമ്മൾ പച്ച കളർ കൊടുക്കാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയായി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നേരെ ഓട്ടോ കയറി പോകാം കേട്ടോ. ഓട്ടോ ചേട്ടൻ വേഗം വിട്ടോ, പറപ്പിച്ച് വിട്ടോ. ഓക്കെ ഓട്ടോ ചേട്ടൻ പോവാണ് ഗൈസ്. ഷോറൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. ഓക്കെ നമുക്ക് വേഗം പോവാം. ഗൈസ് അത്യാവശ്യം സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. കേസ് എന്നാലേ നമ്മളെ വണ്ടി നമ്മളൊരു ദേഷ്യമുള്ള ആരാണ് കേസുള്ളത്? നമ്മളൊരു ദേഷ്യമുള്ള ആരാണ് കേസുള്ളത്? ഗൈസ് എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ആ സീരീസിൽ നമ്മൾ പോലീസിനെ നമ്മൾ പറ്റിച്ചിട്ട് രണ്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പറ്റിക്കാറില്ല. അതിൻ്റെ പറഞ്ഞിട്ട് പോലീസ് എടുത്തുകൊണ്ട് നമുക്ക് നല്ല സംശയമില്ല. നമുക്ക് പോയിട്ട് പോലീസിനോട് ചോദിച്ചോക്കാം. ചേട്ടാ ഇവിടെ നിർത്തിക്കോ. ചേട്ടാ ഞാനെന്നാൽ വീട്ടിലേക്ക് പോട്ടെ, ഇനി വേണ്ടല്ലോ? ചേട്ടാ എന്നാൽ ശരി, ഞാനിവിടെ നിർത്തിത്തരാം. ഓക്കെ ചേട്ടാ എന്നാൽ ശരി, ഞാൻ കാശ് തരാം കേട്ടോ.
ഓക്കെ ഗൈസ്, നമുക്കിനി വേഗം വണ്ടി എടുക്കാം. പക്ഷെ ഇതാണ് വണ്ടി, നമ്മൾ പറഞ്ഞ പോലെ പച്ച കളറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ വണ്ടി എന്നാലും GTR പോയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ മേടിച്ച കാറാണ്. അത് എത്ര പൈസൻ്റെ റിച്ചസ്റ്റ് കാറാണത്. എത്ര പൈസയാണ്. നമ്മൾ നല്ല സ്പീഡും നോക്കി, ക്വാളിറ്റി നോക്കി, ബ്രേക്ക് നോക്കി, ഡ്രിഫ്റ്റിങ് നോക്കി, എല്ലാം നോക്കിയെടുത്ത കാർ. അത്ര ഇഷ്ടപ്പെട്ടെടുത്ത കാറാണ്. ആ കാറാണ് ഗൈസ് ഇപ്പോൾ പോയത്. അവസ്ഥ നോക്ക് ഗൈസ്. നമ്മൾ അത്യാവശ്യം പറപ്പിക്കുന്നുണ്ട്. ചെറുതായി മുട്ടി ഗൈസ്, അത് കുഴപ്പമില്ല. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഗൈസ്. ആകെ ഇനി നഷ്ടപ്പെടാൻ GTR മാത്രമേ ഉള്ളൂ. ഇനി ഇത് പോയാൽ എനിക്കൊരു കുഴപ്പമില്ല, കാരണം അത്രയും വലിയൊരു കാറാണ് പോയത്. അതായത് ഞാൻ ഇത്ര കാര്യം പണിയെടുത്ത് സാലറി കൊണ്ട് മേടിച്ച കാറാണ്. അത് ആ കാറ് പോയി. നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. എന്നിട്ട് നമുക്ക് സാറോട് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് അവരോട് പോയിട്ട് നമ്മളെ പോലീസിനോട് നമ്മൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് വണ്ടി ഇവിടെ നിർത്താൻ, നമുക്ക് പോയിട്ട് ചോദിച്ചു നോക്കാം. ആ സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? നിൻ്റെ പേരെന്തായിരുന്നു? ഫ്രാങ്ക്ലിൻ. ഞാൻ അന്വേഷിച്ചായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാറത്തോട്ടോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണ്. നോക്കാൻ പോകാൻ നാളെ ആകുമ്പോഴേക്ക് നമ്മളെല്ലാം സെറ്റാക്കി തരാം. നാളെ പോലീസുകാരൊക്കെ ഇപ്പോൾ കുറച്ച് പ്രശ്നത്തിലൊക്കെയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യമൊക്കെ ആയിട്ട് ഓക്കെ സാർ, എന്നാൽ നാളെ ഞാൻ വരാം കേട്ടോ. നോക്കാം ഗൈസ്. അപ്പോൾ പോലീസ് പറഞ്ഞാൽ നാളെ തന്നെ നമ്മൾ വണ്ടി എടുത്തു തരാമെന്ന്. ഗൈസ്, ഒരു സമാധാനം ഇല്ല നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം ഗൈസ്. ഗൈസ്, ഇതിന് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ ഒരു കഥ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ നെക്സ്റ്റ് പാർട്ട് ചെയ്യുക. ഗൈസ്, നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ കാർ എവിടെ ഗൈസ്? അവർ റിച്ചസ്റ്റ് കാർ. ഗൈസ്, നമുക്ക് എന്തെങ്കിലും GTR കൂട്ടായിട്ട് നമ്മുടെ കാറില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അമ്മാതിരി ടൈപ്പ് വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അതായത് കുറേ സംഭവങ്ങളായിരുന്നു. നമ്മളെ GTR ആക്സിഡൻ്റ് ആയിട്ട് ഷോറൂമൊക്കെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ പല സംഭവങ്ങളും നടന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. അങ്ങനെ നമ്മൾ കാർ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.